ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിലെ ബാലൻസ് കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾസുമായിട്ടാണ്. നമ്മൾ പാർട്ട് 1 ഒരു ക്ലാസ് നമ്മൾ ഇട്ടിരുന്നു. അടുത്ത നമ്മൾ 5 കോൺസെപ്റ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അടുത്ത 5 കോൺസെപ്റ്റ്സുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ആണ്. എന്താ മക്കളെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ? നമ്മൾ പി വി റേഷ്യോ പഠിച്ചിരുന്നു അല്ലേ? പി വി റേഷ്യോ എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കോൺട്രിബ്യൂഷൻ, അതാണ് പി വി റേഷ്യോ. അങ്ങനെ എന്താണ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ നോക്കാം. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ്. നമ്മുടെ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, അതിനാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മാത്തമാറ്റിക്കൽ നമുക്കതിനെ എങ്ങനെ പറയാം? വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഈസ് ഇക്വൽ ടു വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? വേരിയബിൾ കോസ്റ്റ് റേഷ്യോ കിട്ടി. ഇനി എല്ലാ ആക്ടിവിറ്റി ലെവലിലും നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്തോ ആയിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ. ഇനി സെയിൽസ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പി വി റേഷ്യോ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെ നമുക്ക് എങ്ങനെ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് നമ്മുടെ സെയിൽസ് എപ്പോഴും 100% ആണ്. സെയിൽസ് എപ്പോഴും 100% നമുക്ക് പി വി റേഷ്യോ ഒരു 50% തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ സെയിൽസിൽ നിന്ന് നമ്മുടെ പി വി റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നമുക്ക് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ കിട്ടും. ആ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഇൻറ്റു അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ സെയിൽസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം അതിൽ എന്തോ വേണം? നിങ്ങൾ കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഇക്വേഷൻസ് തന്നെ ഫോം ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ടോട്ടൽ സെയിൽസ്. സെയിൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ആണ് ഇവിടെ താഴെ പറയുന്നത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് ഈസ് ഇക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അതായത് നമ്മുടെ കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്ത് നമുക്ക് എന്തോ കിട്ടും? സെയിൽസ് കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? ടോട്ടൽ സെയിൽസ് ഈസ് ഇക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിനെ അവർ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് ആ ഒരു കോസ്റ്റിനെ അവർ പിന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നും അവർ പറഞ്ഞിരിക്കുക. കാരണം ആ ടോട്ടൽ കോസ്റ്റ് എന്തൊക്കെ കോസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്താണ്? സെയിൽസ് ആണ്. അതുപോലെ എന്താ? ടോട്ടൽ സെയിൽസ് ഈസ് ഇക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ മനസ്സിൽ ആദ്യമേ ആലോചിക്കേണ്ടത്? നമ്മുടെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ ആലോചിക്കുക. എന്താ നമ്മുടെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഇക്വൽ ടു പ്രോഫിറ്റ്. അപ്പം നമുക്ക് അവിടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താലും അല്ലെങ്കിൽ ഡിഡക്ഷൻ ചെയ്താലും നമുക്ക് എന്തോ കണ്ടെത്താൻ പറ്റും? കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ സെയിൽസ് കണ്ടെത്താൻ പറ്റും? വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും ഉണ്ട്. നമുക്ക് എങ്ങനെ സെയിൽസ് കണ്ടെത്താൻ പറ്റും? വേരിയബിൾ കോസ്റ്റ് നമ്മൾ കോൺട്രിബ്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും. അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇനി ടോട്ടൽ സെയിൽസ് എപ്പോഴും 100% ആണ്. അങ്ങനെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ പ്ലസ് പി വി റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ടോട്ടൽ സെയിൽസ് 100% കിട്ടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എങ്ങനെ പി വി റേഷ്യോ കണ്ടെത്താൻ പറ്റും? നമുക്കറിയാം സെയിൽസ് 100% ആണ്, വേരിയബിൾ കോസ്റ്റ് 50% വിചാരിച്ചു. അപ്പം 100ൽ നിന്ന് 50 കുറച്ചാൽ നമുക്ക് എന്തോ കിട്ടും? പി വി റേഷ്യോ അടുത്ത 50% കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കോൺസെപ്റ്റാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. എന്താണ് ബ്രേക്ക് ഈവൻ സെയിൽസ്? അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദ പോയിന്റ് ഓഫ് ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന ഒരു പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ പോയിന്റ് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. അവിടെ ഓർ അല്ല മക്കളെ, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. ഞാൻ അവിടെ എഴുതിയപ്പം ഓറായി പോയതാണ്. അപ്പം അത് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് വായിക്കുക. ആ നോ പ്രോഫിറ്റിൽ നോ ലോസ് സിറ്റുവേഷനാണ് നമ്മൾ എന്തോ പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരു പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു പോയിന്റിൽ നമ്മുടെ കോൺട്രിബ്യൂഷനും നമ്മുടെ ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അവിടെ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും എങ്ങനെയാണ് ഈക്വൽ ആവുന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലോർക്കുക. നമ്മുടെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ്
ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റാണ്. നമ്മുടെ പ്രോഫിറ്റ് 0 ആവണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് 0 ആവണമെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആയിരിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ 10 ഫിക്സഡ് കോസ്റ്റും 10 ആയാൽ മാത്രമേ നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് 0 ആവത്തുള്ളൂ. ക്ലിയർ ആണോ? അതാണ് അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ, ആ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിൽ നമ്മൾ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ എന്ന് പറയാൻ കാരണം. ഇനി അതൊരു ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ യൂണിറ്റിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി അത് വാല്യൂവിൽ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇക്വേഷനെ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. അപ്പം ഇങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റിൻ്റെ ഒരു ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന രീതി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കോൺസെപ്റ്റാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ക്യാപ്സ്യൂളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ്. നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസിന് ശേഷം നമ്മൾ എന്തെങ്കിലും സെയിൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരുന്ന സെയിൽസിനെയാണ് നമ്മൾ എന്താ പറഞ്ഞത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസിന് ശേഷം എക്സസ് ചെയ്യുന്ന സെയിൽസിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഇവിടെ ഞാൻ MOS എന്ന് കാണിച്ചിരിക്കുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. നിങ്ങൾ എക്സാം പേപ്പർ എഴുതുമ്പോൾ ഒരിക്കലും ഷോർട്ട് ഫോം ഉപയോഗിക്കാതിരിക്കും. ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മൾ എക്സാം പേപ്പർ എഴുതുമ്പം മാർജിൻ ഓഫ് സേഫ്റ്റി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. നമുക്ക് എന്തോ കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കിട്ടും. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതായത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പോയിൻ്റാണ് ടോട്ടൽ സെയിൽസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ടോട്ടൽ സെയിൽസ് ഡിസ്കസ് ചെയ്തതല്ലെന്ന്. ഡിസ്കസ് ചെയ്തതാണ്. അത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ കോസ്റ്റും പ്രോഫിറ്റും PV റേഷ്യോ, VV എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഒക്കെ തരുമ്പോഴുള്ള ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റിയും ബ്രേക്ക് ഇവൻ സെയിൽസും വരുമ്പോൾ നമുക്ക് എങ്ങനെ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും? ആ ഒരു കുറച്ച് ഇക്വേഷൻസാണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഇവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ്. അതായത് നമ്മുടെ ബ്രേക്ക് ഇവൻ സെയിൽസും മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസിലെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ ആക്ച്വൽ സെയിൽസിൽ നിന്ന്, അതായത് നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് നമ്മുടെ ബ്രേക്ക് ഇവൻ സെയിൽസ് മൈനസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുമ്പം നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് കിട്ടും. ഇവിടെ നമ്മൾ സെയിൽസ് കണ്ടിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസും ബ്രേക്ക് ഇവൻ സെയിൽസും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരിക്കലും ഒരു ഇക്വേഷനും കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ. ഇനി ടോട്ടൽ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും 100 നിങ്ങൾ എപ്പോഴും മനസ്സിൽ കുറിച്ച് വെച്ചോണം. അങ്ങനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ഈവൻ പോയിൻറ്റും മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് പെർസെൻറ്റേജ് ഇപ്പോൾ 50% എന്ന് വെച്ചോ. നമുക്ക് എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ പെർസെൻറ്റേജ് കണ്ടെത്താൻ പറ്റും? നമ്മുടെ ടോട്ടൽ സെയിൽസ് എപ്പോഴും 100%. അപ്പോൾ ഈ ടോട്ടൽ സെയിൽസിൻ്റെ ആ ഒരു 100% നമ്മുടെ ബ്രേക്ക് ഇവൻ സെയിൽസിന് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ ആ ഒരു 50% കുറച്ച് നമുക്ക് എന്തോ കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ആ ഒരു ഇക്വേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് 100% ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഇവൻ പോയിൻറ്റ് പെർസെൻറ്റേജ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ്. ഇനി അടുത്തത് ടോട്ടൽ സെയിൽസ് നമുക്ക് യൂണിറ്റിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്താണ്? കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്തോ കിട്ടും? ടോട്ടൽ സെയിൽസ് യൂണിറ്റിലുള്ളത് കിട്ടും. ഇനി ടോട്ടൽ സെയിൽസ് നമ്മൾ റുപ്പീസിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. അതായത് നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ. അതാണ് അവർ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടോട്ടൽ സെയിൽസ് നമുക്ക് റുപ്പീസ് വേറെ രീതിയിലും കണ്ടെത്താൻ പറ്റും. നമ്മുടെ സെയിൽസ് യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? ടോട്ടൽ സെയിൽസ് വാല്യൂ ഉള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ മാർജിൻ ഓഫ് കോസ്റ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഇക്വേഷൻസ് ഫോം ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മുടെ ഇക്വേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഇക്വേഷൻ എവിടെയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അത് എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.